നമസ്കാരം. സാമ്പത്തികമായി ആകെ തകർന്നിരിക്കുമ്പോഴാണ് വൃക്ക നൽകാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യവുമായി വർഷങ്ങളായി പരിചയമുള്ള ഒരാൾ മുന്നിലെത്തിയത്. പേടിക്കേണ്ട കാര്യമില്ലെന്നും എല്ലാം നല്ലതിനല്ലേ എന്നും പറഞ്ഞതോടെ വിശ്വസിച്ചുപോയി. 8.5 ലക്ഷമായിരുന്നു വാഗ്ദാനം. ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ കയ്യിൽ കിട്ടിയത് 3.5 ലക്ഷം. പിന്നെ കണ്ടത് അയാളുടെ തനിനിറമാണ്. കൊച്ചിയിലെ അവയവ കച്ചവട റാക്കറ്റിൻ്റെ കെണിയിൽ വീണ ആലപ്പുഴ സ്വദേശിനിയുടെ തുറന്നു പറച്ചിൽ ഒരൊറ്റപ്പെട്ട സംഭവമല്ല എന്ന് പറയട്ടെ. വൃക്കദാനത്തിന് വേറെ ആളുകളെ ബന്ധപ്പെടുത്തി കൊടുത്താലേ ബാക്കി പണം നൽകൂ എന്ന് പറഞ്ഞതായിരുന്നു ഏറ്റവും വലിയ ഭീഷണി. കുറച്ചുപേരെ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. എന്നിട്ടും ബാക്കി 5 ലക്ഷം തന്നതേയില്ല എന്നുള്ളതാണ്. പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോൾ അവയവ കച്ചവട മാഫിയയുടെ ഏജൻ്റായിട്ടുള്ള അയാളും സുഹൃത്തുക്കളും മാനസികമായും ശാരീരികമായും അവരെ പീഡിപ്പിക്കുകയായിരുന്നു. ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു, ആരോഗ്യസ്ഥിതി മോശമായി. പറയുമ്പോൾ അവരുടെ തൊണ്ട ഇടറുകയായിരുന്നു എന്നുള്ളതാണ്. രാജ്യമാകെ വേരുറപ്പിച്ച അവയവ കച്ചവട റാക്കറ്റുകൾ പിന്തുടരുന്ന രീതിയാണ് ഞാനീ പറഞ്ഞത്. മണി ചെയിൻ മോഡൽ തട്ടിപ്പ് പോലെ ലക്ഷങ്ങൾ ലഭിക്കുമെന്നും ഇതിലൂടെ കടങ്ങളെല്ലാം വീട്ടാമെന്നും മോഹിച്ചുകൊണ്ട് ആളുകൾ പലപ്പോഴും മുന്നും പിന്നും നോക്കാതെ വൃക്കയും കരളുമൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഈ റാക്കറ്റുകളുടെ സന്നദ്ധത അറിയിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ വലയിൽ വീഴുകയാണ്. എല്ലാം കഴിയുമ്പോൾ കറിവേപ്പല പോലെ അവരെ കളയുകയും ചെയ്യും. ഉറപ്പുകളൊക്കെ പാഴ്വാക്കുകളാകും. ദിവസക്കൂലിക്കാരും കെട്ടിട നിർമ്മാണ ജോലിക്കാരും ഒക്കെയാണ് കെണിയിൽ പലപ്പോഴും വീഴുന്നവരിൽ ഭൂരിഭാഗവും. മേജർ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായതിനാൽ ഇവർക്കൊന്നും കടുപ്പമുള്ള ജോലികൾ തുടരാനാവില്ല എന്നുള്ളതാണ്. ഒടുവിൽ റാക്കറ്റുകളുടെ ഇടനിലക്കാരാകേണ്ട ഗതികേടിലേക്ക് ഇവർ എത്തിച്ചേരും. കമ്മീഷൻ തുകയാണ് ഇതിന് പ്രേരിപ്പിക്കുന്നത്. 50,000 രൂപ വരെയാണ് ഈ റാക്കറ്റുകൾ നൽകുന്നത് എന്നുള്ളതാണ്. ഒരിക്കൽ വീണുപോയാൽ തിരികെ കയറാൻ കഴിയാത്തവണ്ണം വല്ലാത്ത കുഴിയിലേക്കായി പോകും. റാക്കറ്റിൻ്റെ ഭീഷണിയാണ് മറ്റൊരു കാരണം. നിയമവിരുദ്ധമായ അവയവ കച്ചവടത്തിന് കൂട്ടുനിന്നതിന് അറസ്റ്റിലാകുമെന്ന് ഭയന്ന് പരാതിയുമായി മിക്കവരും പോലീസിനെ സമീപിക്കാറ് പോലുമില്ല. തൃശ്ശൂരിലെ വായ്പാ കെണികളും അത്തരത്തിലാണ്. കേരളത്തിലെമ്പാടും സ്ത്രീകളുടെ കൂട്ടായ്മകൾ, സ്വകാര്യ പണമിടപാട് സംഘങ്ങൾ വായ്പകൾ നൽകി വരുന്നുണ്ട്. ഇതിലെ ചില കളക്ഷൻ ഏജന്റുമാരുടെ ലക്ഷ്യം പണപ്പിരിവ് മാത്രമല്ല, അവയവ കച്ചവട മാഫിയകൾക്കായി ദാതാക്കളെ എത്തിച്ചു കൊടുക്കലുമാണ്. തൃശ്ശൂരിലെ മുല്ലശ്ശേരി പഞ്ചായത്തിലെ കൂട്ട അവയവ കച്ചവടം ഇതിനൊരു ഉദാഹരണം മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. തിരിച്ചടവ് മുടങ്ങുമ്പോൾ വായ്പ മുഴുവൻ തീർക്കാനുള്ള പണം നൽകാമെന്ന് ഏജന്റുമാർ അറിയിക്കുന്നതാണ് തുടക്കം. കൊള്ളപ്പലിശയ്ക്ക് നൽകുന്ന കൈവായ്പയും അത് മുടങ്ങുന്നതോടെ ഏജന്റുമാർ തുറുപ്പുചീട്ട് ഇറക്കി തുടങ്ങും. കടങ്ങളെല്ലാം തീർക്കാൻ അവയവം വിൽക്കുവാനുള്ള സാധ്യതകളും മോഹന വാഗ്ദാനങ്ങളും നൽകി അവരെ കൊണ്ട് ഇരകളാക്കുകയാണ് ചെയ്യുന്നത്. തൃശ്ശൂരിൽ ഇങ്ങനെ 5 സ്ത്രീകളടക്കം 7 പേർ കെണിയിൽ വീണത് ഇങ്ങനെയാണ് എന്ന് തന്നെയാണ് മുല്ലശ്ശേരിയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം സമർത്ഥിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണ് അത്തരത്തിലുള്ളത്. മകളുടെ വിദ്യാഭ്യാസത്തിന് പണം കണ്ടെത്തുവാൻ, കടമെല്ലാം വിട്ടുവാൻ ഒരു വീട്ടമ്മ വൃക്ക വിൽക്കാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം. കൊച്ചിയിലെ ആശുപത്രിയിലായിരുന്നു എൻ്റെ ശസ്ത്രക്രിയ നടന്നത്. പറഞ്ഞുറപ്പിച്ച പണം ഏജന്റ് നൽകിയതുമില്ല. കിട്ടിയ തുക ഭർത്താവ് കൈക്കലാക്കിയപ്പോൾ വീട്ടമ്മ എലിവിഷം കഴിച്ച് ജീവനെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് ഇവരെ രക്ഷപ്പെടുത്തിയതോടെയാണ് കാര്യങ്ങൾ പുറത്തറിഞ്ഞത് എന്നുള്ളതാണ്. 7 പേരെയും കണ്ടെത്തി. 5 പേർ വൃക്കയും 2 പേർ കരളുമാണ് നൽകിയത് എന്നുള്ളതാണ്. പുറമ്പോക്കിൽ താമസിച്ചിരുന്ന യുവാവ് 12 ലക്ഷം രൂപയ്ക്കാണ് കരൾ വിറ്റത്. ഇവരിപ്പോൾ പല സ്ഥലത്താണ് കഴിയുന്നത് പോലും. ഫോണുകൾ സ്വിച്ച് ഓഫാണ്. 3 പേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നിരവധി പേര് ഇതിനകത്ത് ഇരകളായിട്ടുണ്ട്. പക്ഷെ പലരെയും കണ്ടെത്താൻ കഴിയുന്നില്ല. തൊഴിൽ രഹിതരായിട്ടുള്ള യുവാക്കളും സ്ത്രീകളുമാണ് അവയവ കച്ചവട റാക്കറ്റുകളുടെ പ്രധാന ഇരകളെന്ന് പറയപ്പെടുന്നത്. ബംഗ്ലാദേശിലെ യുവാക്കളെ ഇന്ത്യയിലെത്തിക്കുന്ന സംഘങ്ങൾ വരെ ഇവിടെ സജീവമാണ്. കഴിഞ്ഞ മാസം 12-ന് ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത 3 പേർ ഈ അവയവക്കടത്ത് റാക്കറ്റിലെ കണ്ണികളാണെന്ന് പറയേണ്ടത്. ചെറുപ്പക്കാരനായ ബംഗ്ലാദേശ് സ്വദേശി റോബിനാണ് ഒടുവിൽ ഇരയായ വ്യക്തി. കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് ജോലി തേടി നടക്കുമ്പോഴാണ് രാജു ഹവലാദാർ എന്നയാൾ ഇദ്ദേഹത്തെ പരിചയപ്പെടാനെത്തുന്നത്. ഇന്ത്യയിലെ തൻ്റെ സ്ഥാപനത്തിൽ ജോലി നൽകാമെന്നായിരുന്നു ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത്. ഇന്ത്യയിലെത്തിച്ച് വൃക്ക തട്ടിയെടുക്കുവാനുള്ള ചതിയാണ് ഇത് എന്ന് റോബിൻ എങ്ങനെ കരുതാൻ, മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ജോലിയുടെ ആവശ്യത്തിനായി രക്തപരിശോധന അടക്കം വേണമെന്ന് പറഞ്ഞ രാജു ഇയാളെ ബംഗ്ലാദേശ് തലസ്ഥാനമായിട്ട് ധാക്കയിലെ ആശുപത്രിയിലെത്തിച്ച് ആശുപത്രിക്ക് അടുത്ത് അവിടെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കാനുള്ള ആരോഗ്യമുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പിക്കുന്നു. കള്ള പാസ്പോർട്ടിലാണ് കൊൽക്കത്തയിലെത്തിക്കുന്നത്. ഇന്ത്യയിലെ ഏജന്റ് ഗുജറാത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇവിടെ എത്തിയ മാഫിയ സംഘം ഭീഷണിപ്പെടുത്തി ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയായിരുന്നു.
11 ദിവസം മുറിയിൽ പൂട്ടിയിട്ട ശേഷം തുച്ഛമായ പണം നൽകി ബംഗ്ലാദേശിലേക്ക് മടക്കി അയച്ചു എന്നതാണ് റോബിനെ ഉദ്ധരിച്ചുകൊണ്ട് ബംഗ്ലാദേശ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളതാണ്. റോബിൻ പിന്നീട് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. തുടർന്ന് രാജുവിനെ അടക്കം 3 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നിരവധി പേരെ ഇവർ സമാനമായ രീതിയിൽ ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ബംഗ്ലാദേശിൽ ഇവിടെ ചുരുങ്ങിയത് 20 തരം രേഖകൾ ഉണ്ടെങ്കിലേ അവയവദാനം സാധിക്കൂ എന്നുള്ളതാണ്. പക്ഷേ ആ രേഖകളെല്ലാം ഏജന്റുമാർ തന്നെ നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ മുല്ലശ്ശേരി പഞ്ചായത്തിൽ അവയവം വിറ്റവരിൽ ആരും അവരുടെ രേഖകൾ എന്ന് പറയപ്പെടുന്നത് ഹാജരാക്കാനോ അല്ലെങ്കിൽ മറ്റോ പഞ്ചായത്തിൽ ഓഫീസിൽ പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പ്രാദേശിക ഇടനിലക്കാരനാണ് ഇതെല്ലാം ചെയ്ത് നൽകുന്നത് എന്നുള്ളതാണ്. ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം സമർത്ഥിക്കുകയാണ്. കൊച്ചിയിലെ ഒരു ഏജന്റിൻ്റെ രീതിയൊക്കെ ഇതാണ്. അവയവം വിൽക്കാൻ തയ്യാറായവരെ സ്വീകർത്താവിൻ്റെ വീട്ടിൽ 2 മാസത്തിലധികം താമസിപ്പിക്കും. പിന്നീട് ഇവർ അടുത്ത ബന്ധുവാണ് എന്ന പ്രദേശത്താകെ പറഞ്ഞു വരുത്തും. ആധാർ കാർഡും റേഷൻ കാർഡും വരെ വ്യാജമായി നിർമ്മിക്കും. തുടർന്നാണ് ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തിക്കുക ഇവരെ. ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് നൽകേണ്ട ഉത്തരങ്ങളെല്ലാം ഇയാൾ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ മുതലാക്കിയെടുക്കുവാനുള്ള കെണികൾ ഒരുക്കുകയാണ് ഇവിടെ അവയവ മാഫിയ എന്ന് പറയുന്നത്. ഈ അവയവ മാഫിയ ഇത്തരത്തിലുള്ള ആൾക്കാരെ എത്തിക്കുകയും അവരെ കൊണ്ട് തന്നെ അവരുടെ അവയവങ്ങൾ ദാനമായി സ്വീകരിക്കുകയും ചെയ്ത ശേഷം ലക്ഷങ്ങൾ നൽകാമെന്നുള്ള വാഗ്ദാനങ്ങൾ വെറും വ്യാമോഹങ്ങളാക്കി മാറ്റും. അതിനുശേഷം ഇവരെ നാടുകടത്തുന്ന പതിവുണ്ടാകും. ഇങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് മാത്രമല്ല അന്യ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള ആൾക്കാരെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ ഇന്ത്യയിലേക്ക് എത്തിച്ച് ഇവിടെയുള്ള അവയവ മാഫിയ എന്ന് പറയപ്പെടുന്നവ കൊഴുത്തു വളരുകയാണ് എന്നുള്ളതാണ്. ഭയപ്പെടേണ്ടതുണ്ട് ഇവിടുത്തെ ജനം. കരുതിയിരിക്കുക. നിങ്ങളിലേക്ക് എത്തപ്പെടുന്നവർ ചിലപ്പോൾ സുഹൃത്തുക്കളായേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിരപരിചിതരായേക്കാം, ഇല്ലെങ്കിൽ അപരിചിതരുമാകാം. അവരാരും നാളെ നിങ്ങളെ ചിലപ്പോൾ പരിചിതരായി സമീപിച്ചേക്കാം. അതിനുശേഷം ഈ അവയവ മാഫിയ സംഘത്തിലേക്ക് എത്തിച്ചാൽ അവിടെ നിങ്ങളെ അപരിചിതത്വം തന്നെ പറഞ്ഞ് വിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. നിങ്ങൾക്ക് തരുമെന്ന് പറയപ്പെടുന്ന ലക്ഷങ്ങൾ ഒരിക്കലും നൽകുകയുമില്ല. വൃക്കദാനം നടത്തുകയും കരൾ ദാനം നടത്തുകയും ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ വിൽപ്പന നടത്തിയതിന് ശേഷം നിങ്ങളുടെ ജീവിത സാഹചര്യം ആകെ താറുമാറാവുകയും ചെയ്യും. അങ്ങനെ ഈ കെണികളിൽ വീഴാതിരിക്കുക. കടക്കണി എന്ന് പറയുന്നത് ജോലി ചെയ്ത് ചിലപ്പോൾ നമുക്ക് തീർക്കാൻ കഴിയുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇതുപോലുള്ള മാഫിയ സംഘങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക. അവയവ മാഫിയകൾ ഇവിടെ പറന്ന് നടക്കുന്നുണ്ട് കഴുകനെ പോലെ. ആ വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാർ എപ്പോൾ വേണമെങ്കിലും കൊത്തിക്കൊണ്ടുപോകാം നിങ്ങളെ എന്നുള്ള സത്യം എപ്പോഴും ഓർക്കുക.